നമ്മുടെ റെസിപ്പി നമ്മുടെ കുഞ്ഞു ചക്ക ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയാണ്. പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു ചക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നടുവുള്ള ഭാഗം ചിലരെടുക്കും ചിലരെടുക്കില്ല, നിങ്ങൾ എടുക്കുന്നുണ്ടെന്നാണെങ്കിൽ എടുക്കുക. എന്നിട്ടത് ചെറിയ പീസുകളായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്നത് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമ്മുടെ മുഴുവൻ മല്ലിയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു സ്പൂൺ അളവിലാണ് കുരുമുളക് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാട്ടോ. ഒരു അര സ്പൂൺ അളവിൽ പെരിയ ജീരകം കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പെരിഞ്ചീരകം എന്നൊക്കെ പറയില്ലേ അത്. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടതായി ഇതിലേക്ക് ഇട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കുഞ്ഞു ഗ്രാമ്പു കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4 ഏലക്കായയാണ്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരല്പം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് നമുക്കിപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇതങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 സ്പൂൺ അളവിൽ തേങ്ങ കൂടി ചേർത്തിട്ട്, നമ്മുടെ ചിരകിയ തേങ്ങ കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അളവിൽ നമ്മുടെ വെളുത്തുള്ളി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഒന്ന് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കുഞ്ഞുള്ളിയോ വലിയ ഉള്ളിയോ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. സവാള ഒന്ന് ഞാൻ വഴറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചക്കക്കണ്ടൽ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പ് കൂടി കണക്കെടുത്തിട്ട് വേണം നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ അര സ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർക്കാവുന്നതാണ്. ഒരു നുള്ള അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കുരുമുളക് എടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി നല്ലൊരു കളറും ടേസ്റ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ അര സ്പൂൺ അളവിൽ കൂടി ചേർത്തിട്ടുള്ളത്. ഒരു കുഞ്ഞു തക്കാളി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമല്ലോ, ആ ഒരു പരുവത്തിലേക്കൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അല്ലാതെ തന്നെ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ നമ്മുടെ ഈ ഒരു കറിക്ക് ഉണ്ടാവും. ഇതാ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയിൽ നിന്ന് ഒരല്പം ഞാൻ എടുത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചാണ് ഒന്ന് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതേ ചാറിൽ തന്നെ ഞാനൊരല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുറുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ കുരുമുളക് ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മല്ലിയില ചേർക്കണം എന്നാണെങ്കിൽ മല്ലിയിലയും ചേർക്കാവുന്നതാണ്. ഒരു അര സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ കുഞ്ഞു ചക്കത ഇവിടെ മസാലയായിട്ട് ആക്കിയിരിക്കുകയാണ്.